അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹൈലുകാരിയായ സ്ത്രീക്ക് ഹൈല് രക്തസ്രാവം നിലയ്ക്കുമ്പോൾ മാത്രമേ കുളി നിർബന്ധമാകുന്നുള്ളൂ. അപ്പോൾ ആ രക്തസ്രാവം നിലയ്ക്കുന്നതിന് മുമ്പായി അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്തോടുകൂടി കുളിക്കുവാനോ അല്ലെങ്കിൽ ആ നിയ്യത്തോടുകൂടി വുളു എടുക്കുവാനോ പാടില്ലാത്തതാണ്. ഹൈല് രക്തസ്രാവം നിലയ്ക്കുന്നതിന് മുമ്പ് അശുദ്ധി ഉയരാത്തതിനാൽ ആ നിയ്യത്തോടുകൂടി കുളിക്കുവാനോ വുളു ചെയ്യുവാനോ പാടില്ല. രക്തം നിലച്ച ശേഷം മാത്രമേ ഈയൊരു നിയ്യത്തോടുകൂടി കുളിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ രക്തം നിലയ്ക്കുന്നതിന് മുമ്പ് നഖം മുറിക്കാതിരിക്കലാണ് നല്ലത്. മുടി വെട്ടാതിരിക്കലാണ് അല്ലെങ്കിൽ പറിക്കാതിരിക്കലാണ് നല്ലത്. ഇനി മുടി കൊഴിഞ്ഞുപോയാൽ പറിഞ്ഞുപോയാൽ നഖം അടർന്നുപോയി അല്ലെങ്കിൽ മുറിഞ്ഞുപോയാൽ കഴുകണ്ട, അതിനെ കഴുകിയിട്ട് കാര്യമില്ല. അതിനെ കുഴിച്ചിടുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ കൊഴിഞ്ഞുപോയ മുടികൾ ശേഖരിച്ചിട്ട് കുളിക്കാൻ നേരത്ത് അതിനെ പ്രത്യേകം കഴുകി വൃത്തിയാക്കുന്നതിൽ ശുദ്ധിയാക്കുന്നതിൽ അർത്ഥമില്ല. അത് കുഴിച്ചിടുകയാണ് ചെയ്യേണ്ടത്. ഇനി ഹൈല് സമയത്തല്ലാത്ത സമയത്തും കൊഴിഞ്ഞു വീണ മുടികൾ നഖങ്ങൾ എല്ലാം അന്യപുരുഷന്മാരെ കാണിക്കാതെ മറച്ചിടുകയാണ് കുഴിച്ചിടുകയാണ് ചെയ്യേണ്ടത്. ഹൈല് കാലത്ത് കൊഴിഞ്ഞു വീഴുന്ന മുടികൾ നഖങ്ങൾ എല്ലാം അശുദ്ധമായ വേർപാടാണെങ്കിലും ഹൈലുകാരിയായ സ്ത്രീക്ക് അതിൻ്റെ പേരിൽ കുറ്റമുണ്ടാകുന്നതല്ല എന്ന് നാം മനസ്സിലാക്കുക. ഇനി ജനാപത്തുകാരനായ ആൾ അഥവാ ഒരാൾക്ക് സ്ഖലനമുണ്ടാവുകയോ അല്ലെങ്കിൽ സംയോഗത്തിലേർപ്പെടുകയോ ചെയ്താൽ അയാൾ ജനാപത്തുകാരനായി. അദ്ദേഹത്തിന് പെട്ടെന്നൊരു അത്യാവശ്യം വരുന്നു പുറത്തേക്കൊന്നു പോകാൻ. അതിനുവേണ്ടി അദ്ദേഹത്തിന് താടിമീശകൾ ഒതുക്കേണ്ടതുണ്ട്, നഖം മുറിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് ആ ആവശ്യത്തിന് പുറത്തു പോയിട്ട് വന്നിട്ടേ കുളിക്കാനുള്ള സാഹചര്യമുള്ളൂ എങ്കിൽ അയാൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. വലിയ അശുദ്ധി ഉയർത്തുന്നതിനു വേണ്ടി കുളി എന്ന ഫർളിനെ വീടുന്നു എന്ന നിയ്യത്ത് വെച്ചിട്ട് മനസ്സിൽ കരുതിയിട്ട് അയാൾ മുഖം കഴുകണം. അപ്പോൾ മുഖത്തിൻ്റെ അശുദ്ധി മാറുന്നതാണ്. അന്നേരം അദ്ദേഹം താടിമീശകൾ വെട്ടിയൊതുക്കാവുന്നതാണ്. ഇനി നഖം വെട്ടിയൊതുക്കണമെങ്കിൽ കൈ കഴുകിയിട്ട് ആ നിയ്യത്ത് പ്രകാരം കൈ കഴുകിയിട്ട് നഖം വെട്ടാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ നഖങ്ങളുടെയും മുടികളുടെയും അശുദ്ധമായ വേർപാട് സംഭവിക്കില്ല. ശുദ്ധിയുള്ള സ്ഥിതിയിലായിരിക്കും വേർപാട് സംഭവിക്കുക. എന്നിട്ട് അദ്ദേഹം അത്യാവശ്യത്തിന് പുറത്തുപോയി വന്നതിന് ശേഷം പിന്നീട് കുളിച്ചാൽ മതിയാകുന്നതാണ് ബാക്കി ഭാഗങ്ങൾ.